സഹോദരങ്ങളെ, പ്രഭാതവന്ദനം. ഇന്നത്തെ സുവിശേഷം നമ്മെ പഠിപ്പിക്കുന്നത് ഏത് സമയത്തും നന്മ ചെയ്യാൻ വിമുഖത കാണിക്കരുത് എന്നാണ്. സാബത്ത് ദിവസത്തിൽ ഈശോ ഒരു മനുഷ്യൻ്റെ കൈ സുഖപ്പെടുത്തുകയാണ്. ഇങ്ങനെ ചില ദിവസങ്ങളിൽ ചിലത് ചെയ്യാൻ പാടില്ല, അത് ഞായറാഴ്ചയാണ് അല്ലേ, സാബത്താണ്, നല്ലത് ചെയ്യാൻ ദിവസമൊന്നും പ്രശ്നമല്ല കേട്ടോ. നല്ലത് ചെയ്യാൻ, മറ്റുള്ളവർക്ക് നന്മ ചെയ്യാൻ, ഇത് പ്രത്യേകിച്ച് ഓർക്കണം, നല്ലത് ചെയ്യേണ്ടത് മറ്റുള്ളവർക്ക് നന്മ ചെയ്യാനാണ്. ഒരാവശ്യത്തിന് വരുമ്പോൾ, അവനെ സഹായിക്കാൻ ഒരവസരം കിട്ടുമ്പോൾ നമ്മൾ അത് ചെയ്യണം. എന്ന് പറഞ്ഞ് ഞായറാഴ്ച പോയി റബ്ബർ വെട്ടരുത് കേട്ടോ. ഞായറാഴ്ച ദിവസം കടവുള്ള ദിവസമാണ്, റബ്ബർ വെട്ടുന്നത് തിന്മയായ പ്രവൃത്തിയൊന്നുമല്ല എന്നും പറഞ്ഞ് റബ്ബർ വെട്ടാൻ പോകണ്ട. ഓക്കെ, അതുകൊണ്ട് മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാനായിട്ട് ദിവസവും സമയവും നോക്കി നിൽക്കണ്ട എന്നർത്ഥം. നന്മ പ്രവൃത്തികൾ ചെയ്യുമ്പോൾ തിന്മ നമ്മിലേക്ക് കടന്നു വരാനായിട്ട് അതൊരു തടസ്സം സൃഷ്ടിക്കുകയാണ്. കണ്ണടച്ചിരുന്നുകൊണ്ട് കണ്ണുകൊണ്ടുള്ള പാപം ചെയ്യൽ നിർത്തിയെന്ന് വിചാരിച്ചേക്കരുത്. കണ്ണ് തുറന്ന് നല്ലത് കാണുവാൻ ശ്രമിക്കണം. അതുള്ള കൃപാവനം ലഭിക്കട്ടെ. അങ്ങനെ ഓരോ കാര്യങ്ങളും അതിനായി പ്രാർത്ഥിക്കാം. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ആമേൻ. ഈ പ്രാർത്ഥനയുടെ സമയത്തെ എനിക്കിപ്പോൾ തോന്നുവാണ്, നിങ്ങളെല്ലാവരും ഈ പ്രാർത്ഥന പഠിച്ചതാണ്. പരിശുദ്ധ അമ്മയെ സഹായിക്കണേ എന്ന് പറയുമ്പോൾ നിങ്ങളും അതിൻ്റെ കൂടെ പറയുക, പരിശുദ്ധ അമ്മയെ സഹായിക്കണേ. വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ എന്ന് നിങ്ങൾ പറയുമ്പോൾ വിശുദ്ധ ഔസേപ്പ് പിതാവേ, ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണേ. പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ എന്ന് പറയുമ്പോൾ നിങ്ങൾ അതും പറയുക, പരിശുദ്ധാത്മാവേ, എഴുന്നള്ളി വരണേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ എന്ന് പറയുമ്പോൾ അങ്ങനെ തന്നെ പറയുക. അപ്പോൾ നിങ്ങൾക്ക് പ്രഭാതത്തിലൊരു പ്രാർത്ഥനയും കൂടി ആയി. ബ്ലസ് യു. ആമേൻ. ഞാൻ വലഞ്ഞിടുമ്പോൾ സൗഖ്യമായി നീ